ഓം ശ്രീകൃഷ്ണായ നമ. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി, ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൾ. ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം. ശ്വശ്രുപാദീഷു സാഷ്ടാംഗം നമസ്കാരം. തോണീകരേറി ഗുഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യം ആലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതീനെന്തോരു കാരണം. ഭൂപതി കൗസല്യ തന്നോടേ വാക്കുകൾ. ഓം ശ്രീകൃഷ്ണായ നമ. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിയിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായ നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനി തീരെ വനാന്തരേ മാനസ മോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധോ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു. കുമ്പി തുമ്പിക്കൈയിലംബോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം. സന്ധായ ചാപേദൃഢമയച്ചിടിനേൻ. ആഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം ആഹേതി കേട്ടിതു മാനുഷവാക്യവും. ഞാനൊരു ദോഷവും ആരോടുമേ ചെയ്തില്ല. കേനവാഹന്താഹദോഹം വിദേവൃത. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനിരിൻ തത്രനായി തത്ര ചെന്നത്തലോടും തഥാ. താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനീസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു. ബാണമേതേ നദി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നുടെ ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ എന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകയിൽ നിന്നെയും ഭസ്മമാക്കും അറിഞ്ഞിടു നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേതുമേ ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്ന വേളേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചവോ വർദ്ധിക്കുമിങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറഞ്ഞു കളഞ്ഞിതോ. മറ്റൊരില്ലാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റുംബവാനെ ഒഴിഞ്ഞു വൈകിടുവാൻ. ഭക്തിമാൻ ഏറ്റവും ഉന്നമെല്ലാം സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസജധ്വനി കേൾക്കായി. കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാൻ എന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർ തരീക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി.
വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം പുത്രനല്ലല്ലായ ഉദ്യമനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ രാത്രോപനാന്തി മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേ നദീ തീരെ മൃഗാശയ. തുടർച്ചയായിട്ട് പോകുന്നില്ല. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതേയതുമ്പലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമവനു എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നതിദൂതവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൊക്കു പർണശാലാദ്യ വിഷന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ പാപിയായോരു മറ്റില്ല പാപിയായോരടി എന്നവലംബനം ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രനിവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മേ എടുത്തതി ദീനതയോടു മകനുടൻ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടിതനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഭിന്നതയോടവർ എന്നോട് ചൊല്ലിനാൻ. നീ നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേൻ. അന്നേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങിനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. പക്ഷി താടിച്ചു കേൾക്കുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും സ്ത്രീകളോടും സംഭ്രമം അന്തപുരമകം പൂക്കരുളി ചെയ്തു. തൈലമായ ദ്രോണി തന്നീലാക്കു ധരാപാലകം തന്നുടൻ കേഴുവന്നീടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതരന്മാരെയും വിളിച്ചു ഇന്ന് തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേകയ രാജ്യമകം പൂക്കു ചൊല്ലുക. ആതുരനായതിനോട് ഈ ഏതുമേ കാലം കളയാതെ അയക്കണം. സകൃത്യങ്ങളോടും ഭരതേനെയും എന്ന് വിദ്രുതം ചെന്ന് ചൊല്ലിന സത്വരം കേകയ രാജ്യമകം പൂക്കു സത്വയുദ്ധാജിത്തിനോട് ചൊല്ലിന. വസിഷ്ഠൻ അരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ എത്രയും ഏതുമേ വൈകാതെ അയോധ്യക്കയക്കാമെന്ന ദൂതവാക്യം കേട്ടതേനം നരാധിപൻ ബാലകന്മാരോട് പോകുന്ന ചൊല്ലിനാൽ കാലേ പുറപ്പെട്ടത് കുമാരന്മാരും ഏതാനും ആപത്തകപ്പെട്ടത് താതനെന്നാകിലും ഭ്രാതാവിനെന്നാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗെ ഭരതനും സന്താപമോട് അയോധ്യപുരി പോക്ക് സന്തോഷവർദ്ധിത ശ്രദ്ധഹീനം തഥാ ഘഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകം പൂക്കിതു ചെന്നു രാജവേഷം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയെ കണ്ടു കുമാരന്മാരും ഭക്ത്യാ നമസ്കരിച്ചേ. ഉത്തമാന്റെ മുഖർന്നാടി ചോദിച്ചത് ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും ഇതിനെ വിക്കമല്ലി പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിൽ ഉത്തരമാശു ഭരതനും ചൊല്ലിന. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ താതനെ പണ്ട് കാമില്ലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നത് എന്തുൾപ്പുവിലുണ്ടുമേ താപവും ഭീതിയും.
മൽപിതാവെന്ന് പറകുന്നത് കേട്ട് തൽപ്രിയമാശു കൈകയും ചൊല്ലിനാൽ എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തിന അസമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിഷമെല്ലായിടവും കിട്ടി പരത്തിയ സത്പുരുഷന്മാർ ഗതി വിധിച്ചിടിന തൽപിതാവെന്ന് കേട്ടൊരു ഭരതനും ശോണിതനെ ദുഃഖ വിഷല്ല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാലത്രയും ആ താത ദുഃഖ സമുദ്രേ നിമജ്ജമാം ഏതൊരു ദിക്കിന് പോയി ഇത് ഭൂപതേ എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നോടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങ് പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കാരും ഉടയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നത് നേരം കൈകൈ കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേനെ കിംബലം ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ അഭ്യുദയം വരുത്തിയിടിനാൽ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ മാതൃവാക്യം സമാകരണ ഭരതനും ചോദിച്ചു ഏതാനും ഒന്ന് പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്ത് മാതാവേ മമ ശ്രീരാമ രാമ 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 സീരേ ജനകസുധേരി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ അത് കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ട് കൈകയും ചൊല്ലിന മല്ലവൻ രാമൻ അഭിഷേകമാരംഭ്യ സന്നദ്ധനായത് കണ്ടു നേരത്ത് ഞാൻ എന്നോട് നന്ദനം തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കിയൻ നിന്നോടതിൽ പ്രകാരം പറയാമല്ലോ രണ്ടുപേരും അമ്മ തന്നു തവ പിതാവ് പണ്ടതിലൊന്നിൽ നിന്നെ വാഴിക്കുന്നു രാമൻ വനത്തിന് പോകുന്ന മറ്റേതും ഭൂമിവൻ തന്നോടിത് കാലം അർപ്പിച്ചൻ സത്യപരായണനായ നരപതി ശുചിതരം നിനക്കും തന്ന് രാമനെ കാനനാവാസത്തിനായി ചെയ്തിന ജാനകി ദേവി പാതികൃത്യമാലന്റെ ഭർത്തസമാസം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയ താതനവനെ നിനച്ചു വിലാപിച്ചു കേതേന രാമ രാമ മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും ലോകം കലർന്ന നേരത്ത് കൈകയും ആകർന്ന ശോകത്തിന് എന്തൊരു കാരണം രാജൻ നിനക്ക് സംപ്രാപ്തമായി വന്നത് മുതലായി വാഴ്ക ചാകല്യം കളഞ്ഞു നീ എന്ന് കൈകൈ പറഞ്ഞത് കേട്ട് ഒന്ന് കോപിച്ചു നോക്കിനാമാതരം ക്രോധാക്കി തന്നെ തിരിച്ചു പോം അമ്മയെ ആദികൂട്ടി വീണ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രഭേ നിശാചരി എന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചതൊരു പുണ്യമില്ലാതെ മഹാഭാവിനാനകോ നിന്നോട് ഉരിയാടൊരു തിരി ഞാൻ ചെന്ന് വണ്ടിയിൽ വീണ് മരിപ്പനല്ലായിരോ കാളകൂടം കുടിച്ചിടുവനല്ലായെങ്കിൽ പലകടത്തിലും ഞാൻ മരിച്ചിടുവാൻ ഭയങ്കരി ഘോരമായുള്ള കുംഭിഭാഗമാക്കിയ നാരകം തന്നെ വസിക്കും ഇതുമൂലം മാതരം വർഷിച്ച് ദുഃഖിച്ച് സഫലം ചെന്ന് കൗശല്യാധികം പൂക്കാൻ അതേ നമസ്കരിച്ചൊരു വല്ലനെ മാതാവ് കൗശല്യം പുണർന്നിടിനാൻ കണ്ണുനീരോടും മെലിഞ്ഞായ ഒരു കൗശല്യ ചൊല്ലിയിടിനാൻ കർമ്മദോഷങ്ങളിലെല്ലാം അകപ്പെട്ട് ദൈവകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാംബര ജലധാരികളായി വനം പ്രാപിച്ചതന്നെയും ദുഃഖാംബുരാശിയിൽ താപേനമഗ്നയാക്കിയിടിനാ നിർദ്ദയം രാമ രഘുവംശനായിക നാരായണ പരമാത്മൻ ജഗത്പദേ ഭവൻ മമ നന്ദനായി വന്ന് ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നൊരിക്കലും ദുഃഖാമ്പിലോർത്താവിഫലമാതുരം ഇത്തം കരയുന്ന മാതാവ് തന്നെയും ഭരതനും ദുഃഖേന ചൊല്ലിന ആതുര മാനസയായതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജാഭിഷേകം മുടക്കിന കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞതത്രേ അതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാ ശതജാതമാപാപവും അമ്മയെ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരാങ്ങൾ അരുന്ധതി തന്നെയും ഗർഗേന നിർവഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇങ്ങനെ ഞാൻ ആശപഥങ്ങളും ചെയ്തു തിങ്ങേ ദുഃഖം കലർന്നു ഭരതനും കേടുന്ന നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാനും ഇത്തം പറഞ്ഞു പുണർന്നു ഭാടഭാടമുത്തമാകെ മുകുറുന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ അത്തരവേ വശിഷ്ഠമുനിയുടനും
മന്ത്രിജനത്തോട് വന്നോടെഴുന്നള്ളി സന്താപം ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും വേദം മതി മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മധ്യസുഖങ്ങളാം രാജഭോഗങ്ങളും രാജതാവിധേയജ്ഞങ്ങളും ബഹു കൃത്വാ ബഹൂദനം ദക്ഷിണയും മുതാ ദത്താദ്രിവിഷ്ടവം ഗത്വായ ദാസുഖം ദത്താപുരന്ധരാം ദാസനം ദുർലഭം വൃത്താത്രിദശൗഘവന്ദ്യനം ആനന്ദമോടിയിരിക്കുന്നതെന്തുമേ ആനനം താഴ്ത്തി നേത്രാമ്പുകീടുന്നു ശുദ്ധാത്മനാ ജന്മനാശാദിവർജിതൻ നിത്യം നിരൂപമന്വേനദ്വയൻ സത്യസ്വരൂപൻ സഹരാജകന്മയൻ മൃത്യുജന്മാദിഹീനഞ്ജാരണൻ ദേഹമത്യക്തം ദൃഢം ക്ഷണാഭംഗുരം മോഹൈകകാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതി പ്രേതരായാലതി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുപോൽ നിസ്സാരം എത്രയും സംസാരമോക്കിലും സംസംസമന്നേ ശുഭകരമായി ശസ്ത്രസൗഖ്യം വരുത്തിയിടുവാൻ നിത്യമായുള്ളൊരു ശാന്തി അറിയുന്നു ജന്മമുണ്ടാകി മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നും കേണമെല്ലാം സ്വകർമാവസകരം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാദികളെ എത്ര ദിവസ്തുനാ വേർവിടും നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദ എന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ കഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോടെ മുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാനുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്രലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചീടുമായുസദിനശ്വരം പ്രാക്തനാദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹികൾ കൊള്ളുന്നു കാലചക്രത്തിൽ ഭ്രമണവേഗേദങ്ങളറിയുകനി ദുഃഖത്തിനെന്തോരു കാരണം ചൊല്ലുനി മുഖ്യജനമതം കേൾക്കണം മരണവും നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സാക്ഷി സർവാത്മാ സനാതനൻ അദ്വയേനേകൻ പരമൻ ശിവൻ നിത്തമനാരതൻ ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്കാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകലാം ഗുരുവചനം ധ്രുവനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാറ്റ സോദരോപാധ്യായ മുക്തനായൊരു ഭരതകുമാരനും തന്റെ ശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവ്വം എടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്യാ കഴിച്ചിതു പിണ്ടവുമാതരാൽ വേദപരായണന്മാരാം ദ്വിജാവലിഗോധന ബോധന ഗ്രാമരത്നാംബര ഭൂഷണ ലേപന താമ്പൂലപൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കാരാശീർവചനം അനാദനം ചെയ്തു വിശുദ്ധനായി മേവിനാൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനസവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദിനം നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വസിഷ്ഠ മനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ അർണോരുഹാസന
സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതന് തത്ര വരുത്തിനാർ ഏവമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാൻ കുമ്പിട്ടു നിന്ന് ഭരതകുമാരനോട് അമ്പുവധ സംഭവം നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിയിടുവൻ. പൃഥ്വിതലം നിനക്കു നൽകിയിടാൻ പുത്രോർജിതയോർത്തമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയ കാരണം മന്ത്രപൂർവ്വം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും എന്നോട് ചെയ്തിടുവൻ. ഭാവനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനെ താത നിയോഗം അനുഷ്ഠിക്കുകയും വേണം. പാതകമുണ്ടാമതല്ലായിലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു. വസിഷ്ഠമുനിയോട് നന്നായി തൊഴുത് ഉണർത്തിച്ചു ഭരതനും. ഇന്നടിയെന്നു രാജ്യം കൊണ്ട് കിംഫലം മന്നവനാകുന്നതും മമ്മ പൂർവജൻ ഞങ്ങളോട് ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളെല്ലാം നാളെ പുലർകാലെ പോകുന്നതുകൊണ്ട് ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങ് പോരുവാൻ ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയും അനകസംഘ പടക വാദ്യത്തോടും സോദരഭൂതര താമസ മേദിനി ബാലക വൈശ്വശൂദ്രാദിയും സാദരമാശ കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. താതനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭക്തവും ആലേപനം ചെയ്ത് കൽക്കലവും കൊണ്ട് താമസവേഷം ധരിച്ചു ജടകൊണ്ട് താപം കലർന്ന് വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതം പറഞ്ഞത് കേട്ടവർ എത്രയും നന്നു ചൊല്ലിയിടാൻ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് കർക്കിടകം 9 10-ാം ദിവസത്തെ പാരായണമാണ് ഇന്ന് ആരംഭിച്ചത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഓം തസ്സത്. ശ്രീ വിഷ്ണു ഭുജംഗത്തോടുകൂടി ഇന്നത്തെ പാരായണം സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രേരണ. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാ